ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് mcomൻ്റെ തേർഡ് സെമസ്റ്ററിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ mcomൻ്റെ സ്റ്റുഡൻസിന് വന്നിട്ട് തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് mcomൻ്റെ തേർഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകളായിരിക്കും നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് എന്നുള്ള സബ്ജക്റ്റാണ്. നമ്മുടെ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1 എന്നുള്ള സബ്ജക്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു. ഇനി നമ്മളിത് പഠിക്കാൻ പോകുന്നത് എന്തിനാണ്? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാമിന്. ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസത്തിൽ താഴെ നമുക്ക് ടൈമുള്ളൂ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് എപ്പോഴും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം. നമ്മൾ മുൻപ് ഈ ഒരു സബ്ജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊരു നോളേജ് വേണം. ഇൻകം ടാക്സിനെ കുറിച്ച് ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നമുക്ക് ഇൻകം ടാക്സിനെ കുറിച്ച് നല്ല നോളേജ് ആവശ്യമാണ്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മളിത് പഠിച്ചതിന് അതിനെക്കുറിച്ചുള്ള ഒരു നോളേജ് നമുക്ക് അത്യാവശ്യമാണല്ലേ. അപ്പോൾ അതിനു വേണ്ടി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമായിരിക്കും. കാരണം എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഇനിയുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റൊക്കെ ക്ലാസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഒരു ബുക്കിൻ്റെ ഓർഡറിലാണ്. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, ആ ഒരു ഓർഡറിലാണ് നമ്മൾ ക്ലാസ്സസ് ഇട്ടിരുന്നത്. പക്ഷേ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എക്സാം സ്പെഷ്യൽ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോൾ മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുക ക്ലാസ്. ഓക്കെ, ആ ഒരു ഓർഡറിലായിരിക്കും നമ്മളിനി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ ആദ്യം തന്നെ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് നോളേജ്, മൊത്തത്തിലൊരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടിയതിന് ശേഷം വേണം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഔട്ട്ലൈൻ നമുക്ക് ആദ്യം കിട്ടണം. അതിനുശേഷം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ ഇൻകം ടാക്സ് എന്നുള്ളൊരു സബ്ജക്റ്റിൻ്റെ ഒരു ഔട്ട്ലൈനാണ് നമ്മൾ ആദ്യം തരുന്നത്. ഓക്കെ, ഇതിൽ മെയിൻലി നമുക്ക് 15 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഓക്കെ, 15 ചാപ്റ്റേഴ്സാണ് നമുക്കിപ്പോൾ കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ പഠിച്ചതാണ്. ഡിഗ്രിക്ക് നമ്മൾ ഇതേ സബ് ചാപ്റ്ററുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ അഡീഷണലായിട്ട് നമുക്ക് പഠിക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് ആണ് വരുന്നത്. എന്താണ് ഇൻകം ടാക്സ്? ഇൻകം ടാക്സിലുള്ള കുറേ ടേംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചത്. അസസി, പേഴ്സൺ, ടാക്സ് പ്ലാനിങ്, അസസ്മെൻറ്റ്, അങ്ങനെയുള്ള ടേംസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. അതുപോലെ ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം എസ്സേക്ക് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇൻകം എക്സംപ്റ്റ് ഫ്രം ടാക്സ് എക്സംഷൻ കിട്ടുന്നത് ഏതൊക്കെ ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് എക്സംഷൻ കിട്ടുന്നത്, അതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വരുന്നത്. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്നും കൂടി നമ്മളത് പഠിക്കുന്നു. പിന്നെ ഇൻകം ഫ്രം സാലറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ലോങ് എസ്സേ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതും അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഇൻകം ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ഈ ചാപ്റ്ററിൽ നിന്നും എസ്സേ ക്വസ്റ്റ്യൻസ് മുമ്പ് വന്നിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ ഈ ഒരു 5 ഹെഡ്സ് ഓഫ് ഇൻകം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ദെൻ അഗ്രികൾച്ചറൽ ഇൻകം, അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് HUF, ഇൻഡിവിജ്വൽസിൻ്റെയും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീൻ്റെയൊക്കെ അസസ്മെൻറ്റ് എങ്ങനെയാണ്, അവരുടെ ഇൻകം എങ്ങനെയാണ് അസസ് ചെയ്യുക എന്നുള്ളതാണ് 10th ചാപ്റ്ററിൽ പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇൻകം ടാക്സ് അതോറിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ലോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ടാക്സ് മാനേജ്മെൻറ്റ്, ഈ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ടാക്സ് മാനേജ്മെൻറ്റിൽ മുമ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ് ആൻഡ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എന്നൊക്കെ കൂടുതലും മിക്കവാറും എല്ലാ ഇയറും നമുക്ക് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എസ്സേ ക്വസ്റ്റ്യൻ, തിയറി ക്വസ്റ്റ്യൻസിൽ എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാനുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും ചാപ്റ്റേഴ്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, ഓരോ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ തൊട്ട് മുൻപുള്ള സ്റ്റുഡൻസിൻ്റെ അവരുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യുക. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് മുൻപത്തെ അല്ല, നമ്മുടെ തൊട്ട് മുൻപത്തെ ഇയറിലെ ക്വസ്റ്റ്യൻസ് തന്നെ ഒരു പകുതിയോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം വരണം എന്നില്ല, എങ്കിലും മേ ബി ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക.
ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിന്നാണ് കൂടുതൽ എക്സാമിന് വരുന്നതെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഭാഗങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക എല്ലാവരും. ഇൻകം ടാക്സിൻ്റെ മാത്രമല്ല മറ്റ് സബ്ജക്ട്സിൻ്റെ ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്സ് എത്തുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മളുടെ ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് ആവശ്യമാണെങ്കിൽ അതും കൂടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്